ഇന്ന് ഒരു ചെറിയ എന്നാൽ അത്ഭുതകരമായ ബഹിരാകാശ വസ്തുവിന്റെ കഥ പറയാൻ പോകുകയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ശാസ്ത്രജ്ഞനായ പെർസിവൽ ലോവൽ നെപ്റ്റ്യൂണിനപ്പുറം ഒരു ഗ്രഹമുണ്ടെന്ന് സങ്കൽപ്പിച്ചു. 1930 ഫെബ്രുവരി 18-ന് യുവ ജ്യോതിശാസ്ത്രജ്ഞനായ ക്ലൈഡ് വില്യം ടോംബോ ആകാശത്തിന്റെ ഫോട്ടോകൾ പരിശോധിച്ച് ഒരു ചലിക്കുന്ന വസ്തുവിനെ കണ്ടെത്തി. അധോലോകത്തിന്റെ റോമൻ ദേവനായ പ്ലൂട്ടോയുടെ ബഹുമാനാർത്ഥം പേര് നൽകപ്പെട്ട ഈ വസ്തു ഒരു ചെറിയ ഗ്രഹമായി അംഗീകരിക്കപ്പെട്ടു. എന്നാൽ 2006 ഓഗസ്റ്റിൽ പ്ലൂട്ടോയ്ക്ക് ഗ്രഹമെന്ന പദവി നഷ്ടപ്പെട്ടു. അത് ഒരു കുള്ളൻ ഗ്രഹമായി തരംതാഴ്ത്തപ്പെട്ടു. സൂര്യനെ ചുറ്റുന്നതിന് 248 ഭൗമവർഷങ്ങൾ എടുക്കുന്ന പ്ലൂട്ടോ ഇപ്പോഴും ഒരു രഹസ്യമാണ്. ഈ അത്ഭുതകരമായ കഥയിലേക്ക് ഒന്ന് കടന്നു നോക്കാം. പ്ലൂട്ടോയുടെ കഥ ആരംഭിക്കുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. 1900-കളിൽ ശാസ്ത്രജ്ഞനായ പെർസിവൽ ലോവൽ നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥത്തിൽ ചില അസാധാരണതകൾ ശ്രദ്ധിച്ചു. യുറാനസിന്റെയും നെപ്റ്റ്യൂണിന്റെയും ചലനങ്ങളിൽ ഒരു അജ്ഞാത ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണ സ്വാധീനമുണ്ടെന്ന് അദ്ദേഹം അനുമാനിച്ചു. ഈ ഗ്രഹത്തെ പ്ലാനറ്റ് എക്സ് എന്ന് വിളിച്ച് അതിനെ കണ്ടെത്താൻ ലോവൽ ശ്രമം തുടങ്ങി. 1894-ൽ സ്ഥാപിതമായ അരിസോണയിലെ ലോവൽ ഒബ്സർവേറ്ററിയിൽ അദ്ദേഹം തന്റെ ഗവേഷണം കേന്ദ്രീകരിച്ചു. എന്നാൽ 1916-ൽ ലോവൽ മരണപ്പെട്ടതിനാൽ അവന്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവന്റെ ആശയം മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചു. അങ്ങനെ പ്ലൂട്ടോയുടെ കണ്ടെത്തലിന്റെ വഴി തുറന്നു. 1929-ൽ ലോവൽ ഒബ്സർവേറ്ററിയിൽ ഒരു യുവ ജ്യോതിശാസ്ത്രജ്ഞൻ ജോലി ആരംഭിച്ചു, ക്ലൈഡ് വില്യം ടോംബോ. 23 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കാൻസാസ് സ്വദേശി ഒരു ഔപചാരിക ബിരുദം പോലും ഇല്ലാത്തവനായിരുന്നു. പക്ഷേ അവന്റെ അഭിനിവേശവും കഴിവും അവനെ ഈ ദൗത്യത്തിന് അനുയോജ്യനാക്കി. രാത്രി ആകാശത്തിന്റെ ഫോട്ടോഗ്രാഫുകൾ എടുത്ത് അവയെ താരതമ്യം ചെയ്യുക എന്നതായിരുന്നു അവന്റെ ജോലി. ഒരു ബ്ലിങ്ക് കോമ്പാറേറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ച് 2 ഫോട്ടോകൾ മാറി നോക്കി ചലിക്കുന്ന വസ്തുക്കളെ കണ്ടെത്താൻ ശ്രമിച്ചു. 1930 ഫെബ്രുവരി 18-ന് ജെമിനി നക്ഷത്രരാശിയിൽ ഒരു ചെറിയ വസ്തു ചലിക്കുന്നത് ടോംബോ ശ്രദ്ധിച്ചു. ആവേശത്തോടെ അവൻ തന്റെ കണ്ടെത്തൽ സ്ഥിരീകരിച്ചു. ഒരു പുതിയ ഗ്രഹം കണ്ടെത്തപ്പെട്ടിരിക്കുന്നു. 1930 മാർച്ച് 13-ന് ഈ കണ്ടെത്തൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പേര് നിർദ്ദേശിക്കാൻ ലോകമെമ്പാടും നിന്ന് ആശയങ്ങൾ വന്നു. പക്ഷേ 11 വയസ്സുള്ള ഒരു ബ്രിട്ടീഷ് പെൺകുട്ടി വെനീഷ്യ ബേണി നിർദ്ദേശിച്ച പ്ലൂട്ടോ എന്ന പേര് തിരഞ്ഞെടുക്കപ്പെട്ടു. റോമൻ പുരാണത്തിലെ അധോലോക ദേവന്റെ പേര് പ്ലൂട്ടോയ്ക്ക് അനുയോജ്യമാണെന്ന് തോന്നി. കാരണം അത് സൗരയൂഥത്തിന്റെ ഏറ്റവും ഇരുണ്ട, ദൂരെയുള്ള ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. 248 ഭൗമവർഷങ്ങൾ കൊണ്ട് സൂര്യനെ ചുറ്റുന്ന ഈ ഗ്രഹം 1930-ൽ കണ്ടെത്തിയ സ്ഥലത്ത് തിരികെ എത്താൻ 2083 വരെ കാത്തിരിക്കണം. ഈ കണ്ടെത്തൽ ശാസ്ത്രലോകത്ത് ഒരു വലിയ നേട്ടമായി. പക്ഷേ പിന്നീട് പ്ലൂട്ടോയുടെ യഥാർത്ഥ സ്വഭാവം ചോദ്യം ചെയ്യപ്പെട്ടു. പ്ലൂട്ടോ ഒരു ചെറിയ ഗ്രഹമായി അംഗീകരിക്കപ്പെട്ടെങ്കിലും അതിന്റെ സവിശേഷതകൾ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. 2377 കിലോമീറ്റർ വ്യാസമുള്ള പ്ലൂട്ടോ ഭൂമിയുടെ ചന്ദ്രനേക്കാൾ ചെറുതാണ്. ഏകദേശം ഭൂമിയുടെ വ്യാസത്തിന്റെ 1/5 മാത്രം. അതിന്റെ ഭ്രമണപഥം സൂര്യനിൽ നിന്ന് ശരാശരി 5.9 ബില്യൺ കിലോമീറ്റർ അകലെയാണ്. അതിനാൽ സൂര്യപ്രകാശം പ്ലൂട്ടോയിൽ എത്താൻ 5.5 മണിക്കൂർ എടുക്കും. ഭൂമിയിൽ എത്താൻ 8 മിനിറ്റ് മതിയാകുമ്പോൾ 248 ഭൗമവർഷങ്ങൾ എടുക്കുന്ന ഈ ഭ്രമണപഥം ഒരു ദീർഘവൃത്താകൃതിയിലാണ്. അതിനാൽ ചില സമയങ്ങളിൽ പ്ലൂട്ടോ നെപ്റ്റ്യൂണിനേക്കാൾ സൂര്യനോട് അടുത്ത് വരും. 1979 മുതൽ 1999 വരെ ഇങ്ങനെ സംഭവിച്ചു. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും ദൂരെയാണ്. പ്ലൂട്ടോയ്ക്ക് 5 ഉപഗ്രഹങ്ങളുണ്ട്: ഷാരോൺ, സ്റ്റിക്സ്, നിക്സ്, കെർബ്രോസ്, ഹൈഡ്ര എന്നിവ. ഷാരോൺ 1978-ൽ കണ്ടെത്തപ്പെട്ടു. പ്ലൂട്ടോയുടെ പകുതി വലിപ്പമുള്ള ഈ ഉപഗ്രഹം അതിനോട് വളരെ അടുത്താണ്, വെറും 19,600 കിലോമീറ്റർ മാത്രം. പ്ലൂട്ടോയും ഷാരോണും പരസ്പരം 6.4 ദിവസം കൊണ്ട് ഒരു തവണ ചുറ്റുന്നു, ഒരു ജോഡി നൃത്തം പോലെ. പ്ലൂട്ടോയുടെ ഉപരിതലം മഞ്ഞ്, മീഥേൻ, നൈട്രജൻ എന്നിവ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. അതിന്റെ താപനില 229 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നിരിക്കുന്നു. 2015-ൽ നാസയുടെ ന്യൂ ഹൊറൈസോൺസ് പേടകം പ്ലൂട്ടോയെ സന്ദർശിച്ചപ്പോൾ ഒരു ഹൃദയാകൃതിയിലുള്ള പ്രദേശം ടോംബോ റീജിയോ ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തി. ഈ സവിശേഷതകൾ പ്ലൂട്ടോയെ ഒരു അതുല്യ വസ്തുവാക്കി. എന്നാൽ 1990-കളിൽ കൈപ്പർ ബെൽറ്റ് എന്ന പ്രദേശത്ത് പ്ലൂട്ടോയ്ക്ക് സമാനമായ നിരവധി വസ്തുക്കൾ കണ്ടെത്തപ്പെട്ടു. 2000 എറിസ് എന്ന ഒരു വസ്തു പ്ലൂട്ടോയേക്കാൾ വലുതാണെന്ന് കണ്ടെത്തി. ഇത് ഗ്രഹങ്ങളെക്കുറിച്ചുള്ള നിർവചനം ചോദ്യം ചെയ്യാൻ തുടങ്ങി. 2006 ഓഗസ്റ്റ് 24-ന് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര സംഘടന IAU ഒരു പുതിയ നിർവചനം അവതരിപ്പിച്ചു. ഒരു ഗ്രഹം തന്റെ ഭ്രമണപഥത്തെ ശുദ്ധീകരിക്കണം, അതായത് അവിടെ മറ്റു വസ്തുക്കൾ ഉണ്ടാകരുത്. പ്ലൂട്ടോ ഇത് പാലിച്ചില്ല. അതിനാൽ അത് ഒരു കുള്ളൻ ഗ്രഹമായി തരംതാഴ്ത്തപ്പെട്ടു. ഈ തീരുമാനം ലോകമെമ്പാടും ചർച്ചയായി. പലരും പ്ലൂട്ടോയെ വീണ്ടും ഗ്രഹമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. 2025 മാർച്ച് 20 വരെ പ്ലൂട്ടോ ഒരു കുള്ളൻ ഗ്രഹമായി തുടരുന്നു. പക്ഷേ അതിന്റെ ആരാധകർ ഇപ്പോഴും ശക്തമാണ്.
പ്ലൂട്ടോയുടെ കണ്ടെത്തലും പിന്നീടുള്ള തരംതാഴ്ത്തലും ശാസ്ത്രത്തിന്റെ പുരോഗതിയെ കാണിക്കുന്നു. 248 വർഷത്തെ ഭ്രമണപഥം കാരണം പ്ലൂട്ടോ 1930 കണ്ടെത്തിയ സ്ഥലത്ത് 2083 മാത്രമേ തിരികെ എത്തൂ. അതിന്റെ ഒരു ദിവസം 6.4 ഭൗമ ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്നു, അതിന്റെ ഉപഗ്രഹമായ ഷാരോണുമായുള്ള ബന്ധം കാരണം. 2015 ന്യൂ ഹൊറൈസോൺസ് ദൗത്യം പ്ലൂട്ടോയെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിച്ചു. ഈ പേടകം 9 വർഷം യാത്ര ചെയ്ത് 50,000 കിലോമീറ്റർ അടുത്ത് പ്ലൂട്ടോയെ പറ്റി ഫോട്ടോകളും ഡാറ്റയും ശേഖരിച്ചു. ഹൃദയാകൃതിയിലുള്ള ടോംബോ റീജിയോയ്ക്ക് പുറമെ പർവ്വതങ്ങൾ, മഞ്ഞ് പാളികൾ, ഒരു നേർത്ത അന്തരീക്ഷം എന്നിവയും കണ്ടെത്തി. ഈ വിവരങ്ങൾ പ്ലൂട്ടോയെ ഒരു സജീവ ലോകമാക്കി മാറ്റി. പ്ലൂട്ടോയുടെ പദവി നഷ്ടപ്പെട്ടെങ്കിലും അത് ശാസ്ത്രത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. കൈപ്പർ ബെൽറ്റിലെ ഏറ്റവും പ്രശസ്തമായ വസ്തുവായ പ്ലൂട്ടോ സൗരയൂഥത്തിന്റെ രൂപീകരണത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നു. 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഈ പ്രദേശം സൗരയൂഥത്തിന്റെ ആദിമ അവശിഷ്ടങ്ങളെ സൂക്ഷിക്കുന്നു. പ്ലൂട്ടോയെ പഠിക്കുന്നത് ഭാവിയിൽ മറ്റ് കുള്ളൻ ഗ്രഹങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കും. 2025 പ്ലൂട്ടോയെ വീണ്ടും ഗ്രഹമാക്കണമെന്നുള്ള ചർച്ചകൾ തുടരുന്നു. ചില ശാസ്ത്രജ്ഞർ അതിന്റെ ജിയോളജിക്കൽ സജീവതയെ അടിസ്ഥാനമാക്കി വാദിക്കുന്നു. പക്ഷേ യുവിന്റെ നിർവചനം ഇപ്പോഴും നിലനിൽക്കുന്നു. പ്ലൂട്ടോ ഒരു കുള്ളൻ ഗ്രഹമായി തുടരുന്നു. ഈ കഥ ഒരു ശാസ്ത്രീയ കണ്ടെത്തലിന്റെ മാത്രമല്ല, മനുഷ്യന്റെ ജിജ്ഞാസയുടെ പ്രതീകമാണ്. പ്ലൂട്ടോയുടെ 153 വർഷത്തെ യാത്ര ബാക്കിയുള്ളപ്പോൾ അതിന്റെ രഹസ്യങ്ങൾ പൂർണ്ണമായി വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഈ വിഷയം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.